അത് അങ്ങനെ വളർത്തി വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പീഡന കേസ് ചെയ്യുന്നത്. സർക്കാർ ഉണ്ടാകുന്ന നാണം കിട്ടില്ല സർക്കാർ. ഈ പീഡന കേസിലെ പ്രതിയായ ഒരാളിനാണല്ലോ ഞങ്ങൾ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നതെന്ന് ഉൾപ്പുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയട്ടെ, ഞങ്ങൾക്ക് തെറ്റ് പറ്റി, രക്ഷയ്ക്ക് പറ്റിയെന്ന് പറയട്ടെ. പറയുന്നില്ല. അപ്പോൾ അവർ സർക്കാരാണ് ഇതിൽ യഥാർത്ഥ പ്രതി, അല്ല അവരല്ലാന്ന് ഞാൻ പാഠപുസ്തകത്തിൽ അത് കണ്ടിട്ടുണ്ട്. അയാൾ എഴുതിയ ഒരു മനോഹരമായ കവിതയാണെങ്കിൽ അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കണം. പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വലുതാവുമ്പോൾ പറയാമല്ലോ, ഞാനൊരു പീഡന കേസിലെ പ്രതിയായ കവിയുടെ പാഠമാണ് പഠിച്ചതെന്ന് പറയാമല്ലോ. അത് പറ്റില്ല. പീഡന കേസ് പ്രതിയുടെ കവിതയാണ് ഞാൻ പഠിച്ചത്, അതിലാണ് ഞാൻ ഡിഗ്രി എടുത്തതെന്ന് പറയാം. അതൊന്നും അല്ല, ഇതൊക്കെ സർക്കാർ ആലോചിക്കുന്ന കാര്യം. ഇന്നലെ ദിനങ്ങൾ കണ്ടില്ല, മന്ത്രി ബിന്ദു എന്ന് പറഞ്ഞ വിവരം കെട്ട മന്ത്രി പറഞ്ഞേക്കാം, അടൂർ ഗോപാലകൃഷ്ണൻ വിവരക്കേട് പറഞ്ഞു. ഇത്രയും വിവരമില്ലാത്തവരൊക്കെ പിണറായി ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ആലോചിക്കുന്നത്. എന്തൊക്കെ പറയുന്നു എന്ന് ആ സ്ത്രീക്കറിയാം. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളിനെ ക്ഷണിച്ചുകൊണ്ടൊന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഏതോ ഇരുട്ടത്തിരുന്ന ഒരു പെണ്ണെന്തിരോ കൂവേ വിളിക്കുകയെന്തോ ചെയ്തപ്പോൾ അയാൾ പ്രതികരിച്ചില്ല. അത് ആരെന്ന് അയാൾക്ക് അറിയണം. എനിക്കറിയില്ലായിരുന്നു. ഇന്ന് പേപ്പറിൽ കണ്ടപ്പോൾ അറിഞ്ഞു എവരാണ് പുഷ്പവല്ലി. നമുക്കറിയാമോ ഈ പുഷ്പവല്ലിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ മന്ത്രിമാരൊക്കെ കാണിക്കുന്ന തെമ്മാട്ടങ്ങളുണ്ട്. വെറും വൃത്തിയുടെ വർത്തമാനങ്ങളല്ലേ പറയണേ ബിന്ദു. അവരൊരു സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നോ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്നെ പിടിച്ച് അകത്തിടും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ കാണിക്കുന്നതൊക്കെ ശുദ്ധ പോസ്റ്റർ. കാരണം അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ പറഞ്ഞില്ല ജാതി. അയാൾ ജാതി പറഞ്ഞില്ല. അയാൾ പറഞ്ഞത് സ്ത്രീകൾക്ക് സിനിമയ്ക്ക് പൈസ കൊടുത്താലും SC/ST പെൺകുട്ടിക്ക് പൈസ കൊടുത്താലും ഈ 1.5 കോടിയൊന്നും കൊടുത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയൊന്നും വെച്ച് ചെയ്യണ്ട. 50 ലക്ഷം രൂപ കൊടുത്ത് വൃത്തിയുള്ള സിനിമകൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന 2 പടത്തിന് കൊടുക്കുന്ന 3 കോടി 6 പേർക്ക് സംവിധായികയാവാം. പിന്നെ ഇവരെ ഒരുപാട് പേര് പറ്റിക്കും. അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് 3 മാസം കർശനമായ ഇത് കൊടുക്കണം. ഒരു കോഴ്സ് പങ്കെടുപ്പിക്കണം. സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ള പഠിപ്പിച്ച ശേഷം അവരെ സിനിമ എടുക്കാനാക്കണം. കേരളത്തിൽ നല്ല സിനിമ എടുത്ത പെൺകുട്ടികളുണ്ടെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോഴാണ് ഈ പുഷ്പവല്ലി എന്ന് പറഞ്ഞവൾ ചാടി കഴിക്കുക, നീ ആടെ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരുട്ടത്തിരുന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന 80 വയസ്സ് 90 വയസ്സായ മനുഷ്യന് കാണാൻ പറ്റുമവരെ. ഞാൻ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ടെന്ന് പറഞ്ഞത് ഇവരെ ആർക്കും കാണാൻ പറ്റില്ല. ഒരു തൂണിൻ്റെ മറവിൽ ഇരുന്നുകൊണ്ട് അവിടെ കൊണ്ട് പോയെന്ന് വിളിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ അത് ആരെന്ന് ആർക്കാ മൈക്ക് കൊടുത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം കേട്ടത്. ഇന്ന് നോക്കിയപ്പോൾ വാസവൻ ഒഴിച്ച് MA വായിൽ സ്റ്റിച്ചിട്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ വെച്ച് പുസ്തകം എഴുതിയ ആളാണ്. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. മിണ്ടിയിട്ടില്ല കമാന്തരം.